സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് വാർത്തകൾക്കൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. ഇന്നലെയും ഗാസ സ്ട്രിപ്പിൽ 100ഓളം ആളുകൾ കൊല്ലപ്പെട്ടതായി വാർത്തയുണ്ട്. ഹമാസ് ഭീകരർ ഈ ഗാസ റീജിയനിൽ നിന്ന്, ഗാസ സ്ട്രിപ്പിൽ നിന്ന് സാധാരണ അവരുടെ പതിവ് തൊഴിലായിട്ടുള്ള റോക്കറ്റ് അയക്കൽ നടത്തുന്നുണ്ട്. അതൊരു അവസരമായി കണ്ട് ഇസ്രായേൽ അതിശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ധാരാളം മനുഷ്യജീവനുകൾ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ലെബനോണിലും ഇതേ കാര്യം സംഭവിക്കുന്നുണ്ട്. ലെബനോണിലേക്ക് ഇസ്രായേലി ആർട്ടിലറി പ്രവേശിച്ച കാര്യം നമുക്കറിയാം. അപ്പം അത് കുറേയും കൂടി ഫ്രണ്ടിലേക്ക്, ഏകദേശം 10 കിലോമീറ്ററോളം വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ലെബനോണിന്റെ വലിയ ഒരു ഭൂവിഭാഗം, അതിന്റെ സൗതേൺ സൈഡിലുള്ള വലിയൊരു ഭൂവിഭാഗം ലെബനീസ് പൗരന്മാരെ ഒഴിപ്പിച്ച് ഇസ്രായേലെ കൈക്കലാക്കിയിട്ടുണ്ട്. അവരുടെ എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഭൂമി അവർ ധാരാളമായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ലെബനീസ് പൗരന്മാരെ പുറകോട്ട് തള്ളുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു പുഴയുണ്ട്. ആ പുഴയെ ക്രോസ് ചെയ്ത് അതിനപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത് ലെബനിലൂടെ ഒഴുകുന്ന പുഴയാണ്. അപ്പം ഹിസ്ബുള്ള ഭീകരന്മാർ ആ പുഴയുടെ അക്കരയിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആർട്ടിലറി ഇപ്പോൾ ആ പുഴയും കിടന്ന് അക്കരെ എത്തി. വലിയ പുഴയാണ്, അതും കിടന്ന് അക്കരെ എത്തി. അവർ വീണ്ടും ലെബനിലേക്ക് അഡ്വാൻസ് ചെയ്യുകയാണ്. കൂടാതെ ലെബനീസ് ക്യാപിറ്റലായിട്ടുള്ള ബെയ്റൂറ്റിൽ ഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. അവർ പ്രധാനമായും ആക്രമിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച ഹിസ്ബുള്ളയുടെ ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ഹെൽത്ത് എയ്ഡ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഹിസ്ബുള്ളയുടെ ഭീകരരെ ചികിത്സിക്കാൻ വേണ്ടിയുള്ളതാണ്. മറ്റേ ഹിസ്ബുള്ളയുടെ തന്നെ പണം സംഭരിക്കാത്തതാണ്. ഈ രണ്ട് സംവിധാനങ്ങളെയും അവരെ വലിയ തോതിൽ ആക്രമിക്കുന്നുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഒരു അഡ്വാൻസ് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത് മിസൈൽ ചെയ്യും, ഇത് ബോംബ് ചെയ്യുമെന്ന് പറയുന്നു. ആളുകൾ ഒഴിഞ്ഞു പോകുന്നു, അവർ ബോംബ് ചെയ്യുന്നു. ആരെങ്കിലും ഒഴിഞ്ഞു പോകാതെ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും പരിക്ക് പറ്റുകയോ മരണപ്പെടുകയും ചെയ്യും. ആ രീതിയിൽ ബെയ്റൂട്ടിലെ കാര്യമായ ബോംബാർഡ്മെന്റ്സ് അവർ നടത്തുന്നുണ്ട്. നേരെ മറിച്ച് ഹിസ്ബുള്ള ഭീകരന്മാർ ലെബനോണിൽ നിന്നും ധാരാളമായിട്ട് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം ഏകദേശം 100ഓളം റോക്കറ്റുകൾ ഇസ്രായേലിന്റെ എയർ സ്പേസിൽ കടന്നിട്ടുണ്ട്. കാര്യമായ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുവാൻ റോക്കറ്റുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഒരു സിനഗോഗ് തകർത്ത് കളയാൻ സാധിച്ചിട്ടുണ്ട്. 2 പേർക്ക് പരിക്ക് പറ്റിയതായും പറയുന്നുണ്ട്. ഇനി ഒരു പ്രധാന വാർത്ത എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഗതി, നെതന്യാഹുവിന്റെ സിസാരിയ എന്ന് പറയുന്ന ഏരിയയിലുള്ള അദ്ദേഹത്തിന്റെ വീട് 2ാമത്തെ പ്രാവശ്യം അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത്തവണത്തെ അറ്റാക്ക് ഒന്നും പറയാൻ പറ്റില്ല, പടക്കേറിയാണ് ചെയ്തത്. ആ പടക്കം എറിഞ്ഞതിന്റെ പേരിൽ ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന്റെ വീടിന് നേരെ പടക്കം എറിഞ്ഞത്. 2 പടക്കമാണ് എറിഞ്ഞത്. അത് അവിടെ ചെന്ന് പൊട്ടി. അതിന്റെ പേരിൽ ഇസ്രായേലി പൗരന്മാരെന്ന് തന്നെ വിചാരിക്കപ്പെടുന്ന 3 പേരെ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് സ്ട്രീറ്റിൽ നിന്ന് പടക്കം വലിച്ചെറിഞ്ഞതാണെന്ന് വിചാരിക്കുന്നു. ഇസ്രായേലിനകത്ത് തന്നെ പലസ്തീൻ താല്പര്യമുള്ള ആളുകളുണ്ട്, പലസ്തീനികളുണ്ട്. അപ്പൊ അവരായിരിക്കാം ഈ ആക്രമണം സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഇന്നലെ സൺഡേ വാർത്ത വന്നിട്ടുണ്ട്. ഇനി സിറിയയിൽ അന്ന് അറ്റാക്കിൽ ഈ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന അതൊരു പലസ്തീനിയൻ സംഘടന തന്നെയാണ്. പക്ഷെ പലസ്തീനിൽ അവർ ആക്റ്റീവ് അല്ല. അവര് ഈ ധാരാളം പിരിവ് ലഭിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ പേരിൽ വലിയ തുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പലസ്തീനിലെ ആളുകൾക്ക് എന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്നു. ഈ തുക കൊണ്ട് ഒരുപാട് പേര് സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട്. ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു പടക്കം വാങ്ങിക്കും. അപ്പൊ ഈ പടക്കം വാങ്ങലും ഈ സൂക്ഷിച്ച് ജീവിക്കലുമാണ് ഈ പണം കൊണ്ട് മുഴുവൻ നിർവഹിക്കുന്നത്. വാസ്തവത്തില് ഈ എത്തിപ്പെടുന്ന പണം എന്ന് പറയുന്നത് വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. നമ്മളുടെ കേരളത്തിന്റെയൊക്കെ ബഡ്ജറ്റിനൊക്കെ എത്രയോ എക്സീഡ് ചെയ്യുന്ന വലിയ തുകയാണ് ഈ പ്രദേശത്ത്. അപ്പൊ ഈ തുക ബഹുഭൂരിഭാഗവും ഇത്തരം പടക്കങ്ങളായിട്ട് മാറുകയാണ്. റോക്കറ്റുകളായിട്ടും മിസൈലുകളായിട്ടും എല്ലാം മാറുകയാണ്. ഇതൊരിക്കലും ഭക്ഷണമായിട്ട് മാറാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ കാട്ടു മനുഷ്യരുടെ ജീവിതം നയിക്കുന്നത്. പലസ്തീനികൾക്ക് കാട്ടു മനുഷ്യരുടെ ജീവിതം നയിക്കേണ്ടി വരുന്നത് അവർക്ക് പണം ഇല്ലാത്തത് കൊണ്ടല്ല. പണം അവരുടെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ആ പണം അവരുടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾക്ക് വേണ്ടി അത് കിട്ടാറില്ല. അത് കിട്ടുന്ന മുഴുവൻ ഇത് ആയുധങ്ങളായി മാറുകയാണ്. അപ്പൊ അത് ആയുധങ്ങളായിട്ട് ഇസ്രായേലിലേക്ക് അയക്കുക, ഇസ്രായേൽ തിരിച്ച് യുദ്ധം ചെയ്യുക. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രോഗ്രസും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നില്ല. കൂടാതെ ഈ നേതാക്കന്മാർ ഇങ്ങനെ സുഖജീവിതം നയിക്കുന്നത്. സിറിയയില് സുഖജീവിതം നയിച്ചിരുന്ന ഇസ്ലാമിക് ജിഹാദിന്റെ നേതാക്കന്മാർക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബിംഗ് നടത്തിയത്. വളരെ പ്രമുഖരായിട്ടുള്ള 2 നേതാക്കന്മാർ മരിച്ചു പോയതായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. കൂടാതെ 23ഓളം ഇസ്ലാമിക് ജിഹാദിന്റെ ടെററിസ്റ്റുകളും കൊല്ലപ്പെട്ടതായിട്ട് അറിയുന്നു. വാസ്തവത്തിൽ ഇസ്രായേൽ ഈ രാജ്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടുതൽ അവരുടെ ക്യാപ്റ്റീവ്സ്, ബാക്കിയുള്ളവർ എവിടെ എന്നുള്ള ഒരു സെർച്ചും കൂടി അതിനകത്തുണ്ട്. കാരണം അവർക്ക് ആ ഹമാസ് ഭീകരരുടെ കയ്യിൽ നിന്ന് ഗാസ സ്ട്രിപ്പിൽ എന്തായാലും ഇനി ക്യാപ്റ്റീവ്സ് ഒന്നും ബാക്കിയില്ല എന്ന നിലയിലാണ് ഇസ്രായേലിന്റെ കൺക്ലൂഷൻ വരുന്നത്.
അപ്പോൾ ക്യാപ്റ്റീവ്സ് പിന്നെ എങ്ങോട്ട് പോയി? കുറച്ച് ഏകദേശം 100-ൽ താഴെ ആളുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. കാരണം ഡെഡ് ബോഡി കിട്ടിയതും പിടിച്ച തിരിച്ചു വന്ന ക്യാപ്റ്റീവ്സിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അതുപോലെ ഹമാസിന്റെ ആളുകളെ കിട്ടുന്നവരിലും ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് എത്ര ആളുകൾ മരിച്ചു എന്നുള്ള കണക്കെടുപ്പിന് ശേഷം ഏകദേശം ബിറ്റ്വീൻ 60 and 100 ആയിട്ടുള്ള ആളുകൾ ഇനിയും ജീവനോടെ ഉണ്ടെന്നുള്ളതാണ്. ഇവരെവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ക്യാപ്റ്റീവ്സ് ബാക്കിയുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നെഗോഷിയേഷൻ ടേബിളിൽ എപ്പോഴും ഇറാനും ഹമാസും ഹെസ്ബുള്ളയും ഒക്കെ അവര് എടുത്തു വെക്കുന്ന കോയിൻ എന്ന് പറയുന്ന അവരുടെ ഭാഗത്ത് അവർ എടുത്തു വെക്കാൻ പോകുന്ന കോയിൻ ഈ പിടിച്ചുകൊണ്ട് പോയ ആളുകളായിരിക്കും. അപ്പം സഭയുടെ വലിയ മൂല്യമാണ്. അപ്പൊ ആ പിടിച്ചു വെച്ച ആളുകളെ വെച്ചുകൊണ്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ ക്യാപ്റ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഐദർ ആസ് ഡെഡ് ഓർ ആസ് ലിവിങ്, അവരെ തിരിച്ചെടുക്കുക എന്നുള്ള അവരെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അവർ ഈ സിറിയയിലും ലെബനോണിലും ഒക്കെ ഇവർ ആക്രമിക്കുമ്പോൾ അവരുടെ പ്രധാന കണ്ണ് ഇവിടെ ക്യാപ്റ്റീവ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഇവിടെ നിന്ന് കടക്കാൻ സാധിക്കുക. ഹമാസിന് ഗാസ സ്ട്രിപ്പിന് അവിടെ കടലുണ്ട്. ഗാസ സ്ട്രിപ്പിന്റെ ഒരു അതിർത്തി കടലാണ്, മെഡിറ്ററേനിയൻ കടലാണ്. അപ്പൊ ആ മെഡിറ്ററേനിയൻ കടലിലൂടെ വേണമെങ്കിൽ അവർക്ക് ലെബനോണിലേക്ക് എത്താൻ സാധിക്കും. ലെബനോണിന് കടൽ അതിർത്തിയുണ്ട്. അപ്പൊ കടലിലൂടെ ബോട്ടിൽ ഈ ക്യാപ്റ്റീവ്സിനെ കടത്തി ലെബനോണിൽ എത്തിച്ച് ലെബനോണിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് അവരെ സിറിയയിലേക്ക് എടുത്താം, സിറിയയിൽ നിന്ന് വേണമെങ്കിൽ ഇറാഖിലേക്ക് എടുത്താം. ഇതൊക്കെ ലാൻഡ് ബോർഡേഴ്സ് ഉള്ള സ്ഥലമാണ്. ഒരിക്കലും ഫ്ലൈറ്റ് ഉപയോഗിച്ച് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ലാൻഡിൽ കൂടെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഈ ഭീകരന്മാർക്ക് ഒരുപാട് ഭീകര സംഘടനകളുണ്ട്. അതിൽ ശക്തിയുള്ള ഭീകര സംഘടനകളുടെ പേര് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഹെസ്ബുള്ള, ഹൂത്തി, ഹമാസ്. ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയുള്ളതല്ല. അപ്പം അതിന്റെ കൂടുതൽ ഒരു കുഞ്ഞനാണ്. ഇനി ഇതുപോലത്തെ ധാരാളം എണ്ണങ്ങളുണ്ട്. കാരണം ഇത് 1960-കളിലാണ് ഈ ബഹായി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഈ തീവ്രവാദി പ്രസ്ഥാനം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും എന്നുള്ള ഒരു ചിന്ത വളരെ ശക്തമായിട്ട് ലോവർ കാറ്റഗറിയുടെ തലയിൽ അടിച്ചു കയറ്റിയ ഒരു കാലഘട്ടം. അതായത് ഭൂമിയിൽ ജീവിതം ഡിഫിക്കൽട്ടാണ്, സ്വർഗത്തിൽ വലിയ ലോട്ടറി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്സ്, മദ്യം, ധാരാളം ഭക്ഷണം, ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ത്രൈവ്, ഒരു ആർത്തി, മരിക്കാനുള്ള ഒരു ആർത്തി, ആ ആർത്തിയിൽ നിന്നും ഉടലെടുത്ത ഒരു ടെററിസമാണിത്. അപ്പോൾ അത് തലയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു വിഷമാണ്, അതിന് ആർക്കും ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഇതുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയാണ് വാസ്തവത്തിൽ ഇത് 1967 വാറിന് ശേഷം ഏകദേശം ഇത് അടങ്ങിപ്പോയതാണ്. ഈ പ്രശ്നം തീർന്നു പോയതാണ്. പിന്നീട് അത് 1980s യാസർ അറാഫത്തൊക്കെ ആയിട്ടുള്ള ടോക്കിന്റെ ഭാഗമായിട്ട് ഇത് ഏകദേശം തീർന്നുപോയി, സമാധാനത്തിലേക്ക് എത്തിയതാണ്. അത് പിന്നീട് കൂടുതൽ സമാധാനത്തിലേക്ക് അത് പ്രോഗ്രസീവ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഹമാസ് പോലത്തെ ഭീകര പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ട് ഇത് പിന്നീട് വഷളാക്കി എടുത്തതാണ്. ഇവർ പറയുന്നത് 1948 ഉണ്ടായ കാര്യം നമുക്കറിയാം. 1947 നവംബർ 29 UN ഈ പാലസ്റ്റീൻ റീജിയനെ ഡിവൈഡ് ചെയ്ത് ഇസ്രായേലിനും പലസ്തീന എന്ന് പറയുന്ന പ്രദേശവും അവിടുത്തെ അറബികൾക്കായി ഒരു പ്രദേശവും മാറ്റിക്കൊടുത്തു. അവിടെ സമാധാനത്തോടെ ജീവിച്ചെങ്കിൽ ആ പ്രശ്നം അവിടെ തീരും. അന്ന് അറബ് രാജ്യങ്ങൾ ഈ ജ്യൂസിന്റെ എക്സിസ്റ്റൻസ് അംഗീകരിക്കാതെ ജ്യൂസിന് കൊടുത്ത ഈ സ്ഥലം പൂർണ്ണമായിട്ടും ജ്യൂസിനെ കൊന്നുകളഞ്ഞ് ഞങ്ങൾക്ക് അനക്സ് ചെയ്യണം എന്നുള്ള തീരുമാനത്തോടെ ഇസ്രായേലിനെ അടിച്ചെടുത്താണ് ഈ വിഷയം തുടങ്ങുന്നത്. വാസ്തവത്തിൽ അതിന് യാതൊരു ന്യായവുമില്ല. കാരണം ഒരു കാലത്തും ഇവിടെ പാലസ്തീനിയൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. പാലസ്തീന എന്ന് പറയുന്ന അറബികൾ ഭരിച്ചിരുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാലസ്തീന എന്നുള്ള പേര് ഇത് റോമാക്കാര് ഏകദേശം BC 63 അവരത് പിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ അന്ന് ജ്യൂസ് വലിയ റിബലിയൻ ഇവരുടെ നേരെ എടുത്തിരുന്നു. ജ്യൂസ് ഒരു തരത്തിലും റോമൻസിനെ അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ റോമൻസിനെ വലിയ ശല്യമായി ജ്യൂസിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരാണ് പാലസ്തീന എന്നുള്ളത്. കാരണം അത് ഫിലിസ്തീർ എന്ന് കേൾക്കുമ്പം യൂതന്മാർക്ക് ചൊറിയും. കാരണം ഫിലിസ്തീർ ഈ യൂതന്മാരെ BC കാലഘട്ടങ്ങളിൽ 500, 600, 700 കാലഘട്ടങ്ങളിൽ പലതവണ, അല്ലെങ്കിൽ ബിയോണ്ട് 1000 കാലഘട്ടങ്ങളിൽ പലതവണ ഈ യൂതന്മാരെ തോൽപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പം ഈ ഫിലിസ്തീർ എന്ന് പറയുന്നത് യൂതന്മാർക്ക് വലിയ ചൊറിച്ചുണ്ടാക്കുന്ന ഒരു പേരാണ്. അപ്പൊ ആ ഫിലിസ്തീരുടെ പേരിനോട് ചേർത്ത് യൂതന്മാരെ അപമാനിക്കാൻ വേണ്ടി റോമൻസ് ഇട്ട ഒരു പേരാണ് ഈ പാലസ്തീന എന്നുള്ള പേര്. ഈ പാലസ്തീന എന്ന പേരിൽ ഒരു രാജ്യം ഒരു കാലത്തും നിലവിലുണ്ടായിരുന്നില്ല. അറബികൾ ഒരു കാലത്തും അവിടെ ആ ഒരു സെക്ടറായിട്ട് അത് ഭരിച്ചിട്ടുമില്ല. ഒരുപാട് പേരുടെ കൈകളിലൂടെ കടന്നുപോയ രാജ്യമാണിത്. നമുക്കറിയാവുന്നതുപോലെ ഇത് സോളമന്റെ രാജ്യമായിരുന്നു. സോളമൻ മാത്രമാണ് അവിടെ ഒരു രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത്, ജൂതന്മാർക്ക് വേണ്ടിയുള്ള രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്.
അതിന്റെ അപ്പർ പാർട്ടിനെ സമേറി എന്നും അല്ലെങ്കിൽ വടക്കൻ സെമി ഹാഫിനെ നമുക്ക് വേണമെങ്കിൽ സമേറി എന്നും ലോവർ ഹാഫിനെ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ കൂടെ കയറി കിടക്കുന്നുണ്ട് ജൂതയ എന്നും വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇത് ഈ സോളമന്റെ മക്കള്, സോളമനാണ് ആ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഒറ്റ രാജാവ് മാത്രമാണ് ആ രാജ്യത്ത് സ്വസ്ഥതയോടെ വാണുന്നത്. അതിനുശേഷം അയാളുടെ മക്കളുടെ കാലത്ത് രാജ്യത്ത് റിബലിയൻ രൂപപ്പെടുകയും BC 722 അസീറിയ വന്ന് ഈ സമേറിയൻ പാർട്ടിനെ അനക്സ് ചെയ്ത് കൊണ്ടുപോയി. സമേറിയൻ പാർട്ട് അസീറിയയുടെ അനക്സ് ചെയ്തു. അപ്പൊ അതോടെ ഇസ്രായേലിന്റെ പകുതി സമേറിയ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു. അപ്പോഴേ രാജ്യത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. സമേറിയ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. പിന്നീട് 587 ബാബിലോണിയ വന്ന് ഈ അസീറിയക്കാരെ ഒക്കെ തോൽപ്പിച്ച പ്രദേശങ്ങൾ മൊത്തം അനക്സ് ചെയ്ത് കൂടുതൽ ഈ ജെറുസലേമും ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പോൾ ആ ഇസ്രായേൽ എന്നുള്ള പേര് ഇപ്പോൾ അന്നേരപ്പോഴൊന്നും ഇല്ല. ആ പറയുന്ന പാലസ്തീനിയ റീജിയൻ അപ്പോൾ പാലസ്തീന എന്നുള്ള പേരുമില്ല, ഈ ജൂതയ എന്ന് വിളിക്കുന്ന ആ റീജിയണും കൂടി അനക്സ് ചെയ്തു. അതോടെ പിന്നീട് റോമാക്കാര് പാലസ്തീൻ എന്ന് പേരിട്ട് ആ റീജിയൻ മുഴുവൻ വലിയ സാമ്രാജ്യങ്ങളുടെ കീഴിലായി. അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. അതിനങ്ങനെ ഒരു രാജ്യം എന്നുള്ള ഐഡന്റിറ്റി പിന്നീടില്ല. അവിടെ നഷ്ടപ്പെട്ട ഐഡന്റിറ്റി പിന്നീട് റീഗെയിൻ ചെയ്യുന്ന 1948 മാത്രമാണ്. അതിൽ ആ 1948 വരെ 587 ആ ഭാഗം ബാബിലോണെ അനക്സ് ചെയ്ത് കഴിഞ്ഞു. ബാബിലോണിയുടെ കയ്യിൽ നിന്ന് പിന്നീട് അത് ഈജിപ്തുകാർ പിടിക്കുന്നുണ്ട്, പിന്നീട് അത് അലക്സാണ്ടർ പിടിക്കുന്നുണ്ട്, അതായത് ഗ്രീക്കുകാർ പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി അത് റോമാക്കാരുടെ കയ്യിൽ. BC 63 റോമൻ എംപയറിന്റെ കീഴിൽ ഈ പ്രദേശം വരുന്നത്. അവരതിനെ പാലസ്റ്റീന എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോവിൻസ് ആയിട്ട് നയം ചെയ്ത് ഭരിക്കുന്നു. ഇപ്പൊ കാണുന്ന ഇസ്രായേലിന്റെ ബൗണ്ടറി അല്ല അതിനുള്ളത്, കുറെ കൂടെ വലുതാണ്. ഇപ്പൊ പാലസ്റ്റീന എന്ന് പറയുന്ന ഒരു റീജിയൻ ആയിട്ട് അവരത് ഭരിക്കുന്നു. അത് അവര് AD 673 വരെ അവരുടെ കയ്യിലാണ്. 1700 വർഷം, 700-ലധികം വർഷം അത് റോമൻ എംപയറിന്റെ കീഴിലായിരുന്നു. 673 ഇസ്ലാമിക് ഇൻവാഷൻ ഉണ്ടാകുന്നത്. കാലിഫേറ്റുകൾ വരുന്നു, മുഹമ്മദ് നബിയുടെ കാലം കഴിയുന്നു, കാലിഫേറ്റുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ആ പ്രദേശം മുഴുവൻ മുഹമ്മദിയൻസ് ഇൻവൈഡ് ചെയ്യുന്നു. അങ്ങനെ 674 മുതൽ 1099 വരെ വിവിധ കാലിഫേറ്റുകളുടെ കീഴിലോ അല്ലെങ്കിൽ മുസ്ലിം ഡൈനാസ്റ്റികളുടെ കീഴിലോ ആണ് ഈ പ്രദേശം ഉണ്ടായിരുന്നത്. 1099 വരെ. 1099 ഇത് കുരിശുയുദ്ധക്കാർ പിടിക്കുന്നു, ക്രൂസഡേഴ്സ്. യൂറോപ്പിൽ നിന്ന് ക്രൂസഡേഴ്സ് ഈ ഏരിയ പിടിച്ച് 1187 വരെ ഈ പ്രദേശം ക്രൂസഡേഴ്സിന്റെ കയ്യിലാണ്. അതിനുശേഷം 1187 വീണ്ടും മുസ്ലിങ്ങൾ അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ തിരിച്ചു പിടിച്ച് 1250 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ മുസ്ലിം ഭരണം വന്നു. അതിനുശേഷം നമ്മൾ ചെങ്കിസ് ഖാൻ നമുക്ക് കേട്ടിട്ടുണ്ട്, മംഗോളിയൻസിന്റെ ഒരു ഇൻവേഷൻ. ആ ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിൽ 1250 മംഗോളിയൻസ് ആ പ്രദേശം മുഴുവൻ അവർ പങ്കെടുത്തത്. മംഗോളിയൻസ് ആ ഭാഗം മുഴുവൻ പിടിച്ചു. മംഗോളിയൻസ് അവര് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്, വേണമെങ്കിൽ മുസ്ലിം എന്ന് വിളിക്കാം, പക്ഷെ റിയൽ മുസ്ലിംസ് അല്ല, കുറെ ട്രൈബൽ നേച്ചറുള്ള ഒരു മുസ്ലിം ടൈപ്പ് ആളുകൾ. മംഗോളിയൻസ് 1250 ഇത് പിടിച്ച് 1516 വരെ അവരുടെ കയ്യിൽ വെച്ചു. 1516 ഓട്ടോമൻ എംപയർ എന്ന് പറയുന്ന തുർക്കി ആസ്ഥാനമായുള്ള ഒരു കാലിഫേറ്റ് തന്നെയാണത്. ആ കാലിഫേറ്റ് അതിശക്തമായി വരികയും അവര് ഏഷ്യയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. ഏഷ്യ യൂറോപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ 1516 മുതൽ 1916 വരെ ഇറ്റ്സ് എ ബിഗ് പീരിയഡ്. 400 വർഷം ഇത് ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം 1914 സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 15ഓടെ ആ പ്രദേശത്തേക്ക് ബ്രിട്ടൻ എത്തി. 16 ബ്രിട്ടൻ ആ പ്രദേശം പിടിച്ചു. അങ്ങനെ 1516 മുതൽ 1947 വരെ ബ്രിട്ടന്റെ കീഴിലാണ്. ഇപ്പൊ അവിടെ ഈ പലസ്തീന എന്ന് പറയുന്ന പ്രദേശത്ത് ആർക്കും അവകാശമില്ല. ഇത് വിവിധ ഡൈനാസ്റ്റികളുടെ കീഴിൽ അല്ലെങ്കിൽ വലിയ എംപയറുകളുടെ കീഴിലുള്ള ഒരു പ്രദേശമായി എക്സിസ്റ്റ് ചെയ്യാണ്. അല്ലാതെ പാലസ്തീനികൾ എന്ന് പറയുന്ന അവരുടെ എത്നിക് ഗ്രൂപ്പ് അല്ല. അവർ അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ വിവിധ ആ പ്രദേശത്ത് ആ എൻറ്റയർ ഗൾഫ് റീജിയനിൽ നിന്ന് തിരിഞ്ഞു വന്ന മനുഷ്യരാണ്. അവരവിടെ വന്ന് അവിടെ കയറി കൂടി വാർത്തതാണ്. അന്ന് ഇപ്പൊ ആരും ചോദിക്കാനില്ല, അവരുടെ സ്ഥലത്ത് അങ്ങനെ കയറി താമസിച്ചു. വാസ്തവത്തിൽ ഇത് അന്ന് സോളമന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ സ്ഥലമാണ്. അപ്പൊ പിന്നീട് 1800-കളുടെ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തമായി വരികയും അവര് ഈ പ്രദേശത്ത് അവർക്കൊരു രാജ്യം സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ അവർ മൂവ് ചെയ്യുകയും ചെയ്തു. അതിനുവേണ്ടി അവർ പർപ്പസ്ഫുള്ളായി ഈ ഏരിയയിൽ വന്ന് അന്ന് അവിടെ താമസമുള്ള അറബികളിൽ നിന്ന് വില കൊടുത്ത് സ്ഥലം വാങ്ങിയ സ്ഥലം പതുക്കെ അവരെടുക്കുക ചെയ്തത്. അവിടെ താമസിച്ച അറബിയെ സംബന്ധിച്ച് അവർ പൈസ കിട്ടും, അവൻ വെറുതെ വന്നവനാണ്. അവൻ ഒരു തലമുറകളായിട്ട് പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പക്ഷേ എത്തിയതായിരിക്കാം. അങ്ങനെ തലമുറകളായിട്ട് അവർ ഒരു പൈസയും കൊടുക്കാതെ താമസ സ്ഥലത്ത് വില കൊടുത്ത് ഇവർ വാങ്ങിയതാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങി ധാരാളം അറബി സെറ്റിലേഴ്സും ധാരാളം ജ്യൂ സെറ്റിലേഴ്സും വന്നിട്ട് പിന്നീട് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു, വീതം വെച്ച് കൊടുക്കുകയായിരുന്നു. അങ്ങനെ വീതം വെച്ച് കൊടുത്തിട്ടാണ് 1947 നവംബർ 29 കുറെ ഭാഗം അറബികൾക്കും കുറെ ഭാഗം ജ്യൂസിനും കൊടുത്തു. ഇത് തീർത്തും ന്യായമായ സെറ്റിൽമെന്റ് ആണ്. ഇത് അവിടെ തീരേണ്ട പ്രശ്നമാണ്.
അതിനുശേഷം ജ്യൂസിനെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1948 അറബ് രാജ്യങ്ങൾ തുടങ്ങി വെച്ച യുദ്ധത്തിലാണത് പ്രശ്നം ആരംഭിക്കുന്നത്. അങ്ങനെ ജ്യൂസിനെ തകർക്കാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ട് എന്താ ഉണ്ടായത്? ആ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് 2 പാർട്ടാണ് ഈ പാലസ്തീൻ ഉണ്ടായിരുന്നത്. ഒന്ന് വെസ്റ്റ് ബാങ്കും ഒന്ന് ഗാസ സ്ട്രിപ്പും. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പാർട്ട് ജോർദാനൊക്കെ പിടിച്ചെടുത്തു, അത് അവരുടെ കയ്യിലാക്കി. അതിനകത്ത് ഈസ്റ്റേൺ ജെറുസലേം അടക്കമുള്ള, അന്ന് ഈസ്റ്റേൺ ജെറുസലേം വെസ്റ്റ് ബാങ്കിന്റെ ഭാഗമായിരുന്നു. ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈജിപ്തുകാർ പിടിച്ചു. 1967 വീണ്ടും യുദ്ധം ഉണ്ടായി. ഇസ്രായേൽ ഇവരെ എല്ലാം തല്ലി പായിച്ചു. ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും എല്ലാം കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചെടുത്തു. ഗാസ സ്ട്രിപ്പ് പിടിച്ചെടുത്തു. കൂടാതെ ഈജിപ്തിൽ നിന്ന് സിനായ് മരുഭൂമിയും പിടിച്ചെടുത്തു. ഈജിപ്തിനെ പായിച്ച് അങ്ങോട്ട് എത്തിച്ചു 1967. അന്ന് 67 കയറിയ ഇസ്രായേൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവര് അതിന്റെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്തു. പിന്നീട് ഇസ്രായേൽ അവിടുന്ന് പാർഷ്യലായിട്ട് ലാൻഡ് ഫോർ പീസ് എന്നുള്ള ഒരു സെറ്റിൽമെന്റിൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് അവർ പിൻവാങ്ങിയെങ്കിലും അതിന് മുകളിലെ പിടി അവർ വിട്ടിരുന്നില്ല. വെസ്റ്റ് ബാങ്കിന്റെ മുകളിലെ പിടുത്തവും അവർ വിട്ടില്ല എന്ന് മാത്രമല്ല, ഈസ്റ്റേൺ ജെറുസലേം അവർ അനക്സ് ചെയ്തു. ഏകദേശം 70 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയ ഉള്ള സ്ഥലമാണ് ഈസ്റ്റേൺ ജെറുസലേം. അവിടെയാണ് പിന്നെ ടെമ്പിൾ മൗണ്ട് ഒക്കെ ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇന്ന് അവിടെ ഏകദേശം 6 ലക്ഷത്തോളം മനുഷ്യർ വസിക്കുന്നുണ്ട്. അതിൽ 61% ആളുകൾ പാലസ്തീനികളാണ്. ബാക്കിയുള്ളതാണ് ജ്യൂസ് ഉള്ളത്. ജ്യൂസ് അവിടേക്ക് കുടിയേറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് പാലസ്തീൻ്റെ ഭാഗമായിരുന്നു. ജ്യൂസ് അവിടെ കുടിയേറി അവർ ബലമായിട്ട് ആ സ്ഥലം ഞങ്ങളുടേതാണെന്ന് അവർ തീരുമാനിച്ചു. അത് അമേരിക്ക പോലത്തെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഈ കാര്യം അംഗീകരിച്ചുള്ളൂ. ബാക്കി ബഹുഭൂരിഭാഗം രാജ്യങ്ങളും ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് അവരുടെ ക്യാപിറ്റലായി പ്രഖ്യാപിച്ച് അവരവിടെ അതിൻ്റെ ഓഫീസുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ 61% പാലസ്തീനികൾ അവിടെ ഉണ്ട്. അപ്പൊ അവരെ പിന്നെ ഇമിഗ്രൻസ് ആയിട്ടാണ് ഇവര് പിന്നെ പരിഗണിച്ചിട്ടുള്ളത്. അവരെ പൗരന്മാരായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഫോറിൻ ഇമിഗ്രൻസ് എന്ന നിലയ്ക്കാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട്. അവിടെ ഭൂമി വാങ്ങാൻ പറ്റില്ല, വീട് വയ്ക്കാൻ പറ്റില്ല, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുകച്ചു പുറത്തി അടിക്കുക എന്നുള്ളത് തന്നെയാണ് ജെറുസലേമിന്റെ നയം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നയം. അപ്പൊ ഇത് ഇവർ വില കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങോട്ട് ചെന്ന് ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ജ്യൂസിനെ സംബന്ധിച്ച് ദേ ആർ വെരി പവർഫുൾ. ലോകം മുഴുവൻ പരന്ന് കിടക്കുന്ന ജൂയിഷ് പോപ്പുലേഷൻ. ഇപ്പോഴും ഒരുപാട് ജ്യൂസ് ഇസ്രായേലിന് പുറത്ത് ജീവിക്കുന്നു. ദേ ആർ ഇമ്മൻസ്ലി റിച്ച്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വലിയ പണം അതുപയോഗിച്ച് അവര് ജ്യൂസിന് എന്ത് മാനാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഭയങ്കരമായിട്ടുള്ള മെന്റൽ സപ്പോർട്ട് ഇവർക്കുണ്ട്. ബിക്കോസ് ഓഫ് ദ ടെമ്പിൾ മൗണ്ട് ആൻഡ് ആ ദേവാലയത്തെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു പ്രതീക്ഷയും ഒക്കെ അതിനകത്തുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളൂ. അത് ഇതിനകത്തെ പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ ഒരു കാരണവുമാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ഇത് 67 യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവരോട് പഠനം നടക്കില്ല. അങ്ങനെ എല്ലാവരും പത്തി മടക്കി. ഇത് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ റിബലിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിന്റെ ശക്തമായ കരങ്ങൾ അപ്പോൾ പാലസ്തീൻ്റെ 2 റീജിയനിലുണ്ട്. അവരത് പതുക്കെ പതുക്കെ അയച്ചുകൊണ്ടുവന്നു. അതിനനുസരിച്ച് കുറേശ്ശെ അധികാരങ്ങൾ കൈമാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ 2007 ഈ ഗാസ റീജിയണിൽ ഫാത്ത പാർട്ടിയും ഈ ഹമാസ് തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായി. ഫാത്ത പാർട്ടിയാണ് പാലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഫാത്ത പാർട്ടി സമാധാനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സമാധാനമാണ്. അത് തപ്പത്തി പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള സമാധാനമാണ്, ഇല്ലെങ്കിൽ സമാധാനമൊന്നുമില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ടുള്ള സമാധാനമാണ്. യാസർ അറാഫത്തിന്റെ പാർട്ടിയാണ്. അപ്പൊ ആ പാർട്ടിയും ഹമാസും കൂടെ ഒന്നിച്ച് മത്സരിച്ചു. പക്ഷേ അവർ തമ്മിൽ സീറ്റ് വിഭജനത്തിലൊക്കെ വഴക്കുണ്ടായി. അങ്ങനെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഫാത്ത പാർട്ടിന്റെ നേതാക്കന്മാരെയൊക്കെ അവർ തല്ലി കൊന്നളഞ്ഞു. അങ്ങനെ അത് ഹമാസ് അവിടെ പിടിമുറുക്കി. ഹമാസ് പിടിമുറുക്കിയതോടെ അവിടെ ഭീകരപ്രസ്ഥാനം ആരംഭിച്ചു. ആ ഭീകരപ്രസ്ഥാനത്തിനൊരു കൾമിനേഷനാണ് നമ്മൾ 2023 ഒക്ടോബർ 7 കണ്ടത്. അങ്ങനെ ഇസ്രായേലിൽ ഇടിച്ചു കയറി പറഞ്ഞ ഭീകരപ്രവർത്തനങ്ങൾ നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്തതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ നിശ്ചയമായിട്ടും ഇത് വില കൊടുത്ത് വാങ്ങിയ സംഗതിയാണ്. ഇതിനകത്ത് ശരി തെറ്റുകളെ കുറിച്ചൊരു ആർഗ്യുമെന്റിന്റെ പ്രൊവിഷനില്ല. കാരണം അത് ആരുടേതുമായിരുന്നില്ല. അത് രണ്ടുപേർക്കും വേണ്ടി അന്തസ്സായിട്ട് വീതം വെച്ചു കൊടുത്തപ്പം അവിടുന്ന് ആ കിട്ടിയതുകൊണ്ട് സമാധാനത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാലസ്തീൻകാരായിരുന്നില്ല അതിന്റെ പുറകിലുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളായിരുന്നു. അറബ് രാജ്യങ്ങൾക്ക് ഈ പ്രദേശം വീതിച്ചെടുക്കാനുള്ള അവരുടെ അത്യാർത്തി കൊണ്ട് അവർ പാലസ്തീനികളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു 1948 യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നീട് ഈ മതത്തിന്റെ വൈറസ് തലയിൽ കയറി. ഒരു 60s ശേഷമാണ് ഈ മതത്തിന്റെ വൈറസ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ലോകം മുഴുവൻ പരന്നത്. ഈ മതത്തിന്റെ വൈറസ് തലയിൽ കയറുകയും മരണം അഭികാമ്യമാണെന്നുള്ളൊരു ചിന്ത ആളുകളുടെ തലയിൽ കയറുകയും ആ ചിന്ത വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിച്ചു. മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു മതക്കാരെ, ജ്യൂസിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിനെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് സ്വർഗത്തിൽ ഈ പറഞ്ഞ ബോണസുകൾ കുറച്ചുകൂടെ അധികം കിട്ടുമെന്നുള്ള ചിന്തയോടെ യുദ്ധത്തിനിറങ്ങിയ ഭ്രാന്ത് പിടിച്ച മനുഷ്യരാണ് ഇന്ന് സ്ഥിതി ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഇത് സമാധാനത്തിലേക്ക് നീങ്ങും. അപ്പൊ സമാധാനത്തിന്റെ ഒരു ടോക്ക് വരുന്നതിന് മുൻപ് പരമാവധി ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് എത്രയും വേഗം സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.